ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഫോറക്സ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് ഒരു ബ്രോക്കറെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. ഈ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോ സ്പ്രെഡും അതുപോലെ വിഡ്രോവൽ ഡെപ്പോസിറ്റ് ഇഷ്യൂകളൊന്നും ഇല്ലാതെ അത്തരത്തിലൊരു ബ്രോക്കറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ബ്രോക്കറെയാണ് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ സ്പ്രെഡ് കുറവാണ്. സ്പ്രെഡ് എന്ന രണ്ട് അക്കൗണ്ടുകളുണ്ട്. ഒന്നാമത് സ്റ്റാൻഡേർഡ് അക്കൗണ്ടും പിന്നെ ECN അക്കൗണ്ടും. സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ നോർമൽ സ്പ്രെഡാണ്. ECNൽ സ്പ്രെഡ് ഉണ്ടാവില്ല, അത് കമ്മീഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ സ്പ്രെഡ് ആദ്യം തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ സ്പ്രെഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. XAUSD ആകെ വരുന്നത് 18-19 ആ റേഞ്ചിലൊക്കെയാണ് ഇതിന്റെ സ്പ്രെഡ് വരുന്നത്. അപ്പോൾ 338.46 ആകുമ്പോൾ അതിന് 338.60 ഒരു 20 അല്ലെങ്കിൽ 18-19 ടിക്കൊക്കെയാണ് വരുന്നത് സ്പ്രെഡ്. ഇനി BTCയിൽ നോക്കുകയാണെങ്കിൽ BTCയിലും സ്പ്രെഡ് നോർമലി മറ്റുള്ള ബ്രോക്കേഴ്സ് നോക്കുകയാണെങ്കിൽ കുറവ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രോക്കറുടെ താരതമ്യം ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ള കറൻസി പേയേഴ്സിനൊക്കെ സ്പ്രെഡ് വളരെ കുറവാണ്. ECN അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ് 0 ആയിരിക്കും, അതിന് കമ്മീഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ബോട്ടുകളും അതുപോലെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട്. അത് ഒരിക്കൽ നിങ്ങൾ ECN അക്കൗണ്ട് കമ്മീഷൻ ബേസ്ഡ് എടുക്കരുത്. കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടൊക്കെ റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് നല്ല കുറഞ്ഞ സ്പ്രെഡിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രോക്കറെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റെഫറിൽ നിങ്ങൾ ഈ ഒരു ബ്രോക്കർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 2 സ്ട്രാറ്റജി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു EMS ട്രേഡിംഗ് ബോട്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങൾ XNSലൊക്കെ ട്രൈ ചെയ്യുന്ന ബോട്ട് തന്നെയാണ്. ആ ബോട്ട് നിങ്ങൾക്ക് ഇതിൽ BTCയിൽ ഞാൻ നോക്കി, BTCയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് തരുന്നതാണ്. ആ അക്കൗണ്ട് ഫ്രീ ആയിട്ട് തന്നെ, ഈ 2 സർവീസും ഫ്രീ ആയിട്ട് തന്നെയാണ്. അതുപോലെ ഇനി നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാർട്ടേഡിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ IBയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ സ്പ്രെഡിനെ കുറിച്ചും അതുപോലെ തന്നെ അക്കൗണ്ടിനെ കുറിച്ചും അതാണ് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെഫറിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡെപ്പോസിറ്റിന് 50% നിങ്ങൾക്ക് അഡീഷണൽ ബോണസ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ $100 ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $50 എക്സ്ട്രാ ബോണസ് ലഭിക്കും. പിന്നെ സബ്സിക്വന്റ് ഡെപ്പോസിറ്റ്, നിങ്ങൾ പിന്നീടുള്ള ഡെപ്പോസിറ്റിന് നിങ്ങൾക്ക് 20% ട്രേഡിംഗ് ബോണസ്, ഈ ഒരു ഫണ്ടിന്റെ ബോണസും കൂടി ലഭിക്കുന്നതാണ്. നിങ്ങൾ $500 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് $250 നിങ്ങൾക്ക് ബോണസ് ലഭിക്കും. $1000 ആണെങ്കിൽ $500, മാക്സിമം $500 വരെ ആയിരിക്കും നിങ്ങൾക്ക് 50% ലഭിക്കുക. ബാക്കിയുള്ളതെല്ലാം സബ്സിക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് 20% ആയിരിക്കും ലഭിക്കുക. അപ്പോൾ $5000 നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഈ ഒരു 50% $1000 കിട്ടുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് 20%, ബാക്കിയുള്ള എമൗണ്ട് 4000 ബാക്കി 20% 800 ലഭിക്കുക. ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചാർജുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിപ്പോൾ $100 ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് $150 ആയിട്ടായിരിക്കും അക്കൗണ്ടിൽ കാണിക്കുക. അതിന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ വഴിക്ക് പറയുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് ചെയ്യേണ്ട വിധവും പറയുന്നുണ്ട്. ഇന്ത്യയിലുള്ളവർക്ക് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് UPI ഉപയോഗിക്കാം, അതുപോലെ ഗൂഗിൾ പേ, മറ്റ് കാര്യങ്ങളൊക്കെ Paytm ഒക്കെ ഉപയോഗിച്ചും, അതുപോലെ ബാങ്ക് ട്രാൻസ്ഫർ, ക്രിപ്റ്റോ കറൻസി എന്നിവയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സ്റ്റാർട്ടറിന്റെ ഈ ഒരു നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ട്രസ്റ്റ് ഫയലിലും അത്യാവശ്യം നല്ല റിവ്യൂ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ റെഗുലേഷൻസ് നോക്കുകയാണെങ്കിൽ FC ഉണ്ട്, അതുപോലെ SC ഉണ്ട്, FSC ഉണ്ട്, പിന്നെ FSC, പിന്നെ FSA, ASIC എന്നീ റെഗുലേഷൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇതിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് MT4 ഉപയോഗിക്കാം, MT5 ഉപയോഗിക്കാം. വെബ് ട്രേഡർ ഉണ്ട്, അതുപോലെ കോപ്പി ട്രേഡിങ്ങിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിൽ നോക്കുകയാണെങ്കിൽ ഒരു കോപ്പി ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ട്രേഡുകളൊക്കെ ഡെയിലി നിങ്ങൾക്ക് കോപ്പി ചെയ്യാനും പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് വഴിയാണ് ഇതിൽ കോപ്പി ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം ഗ്രൂപ്പിലായിരിക്കും ജോയിൻ ചെയ്യിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ബോട്ടും ട്രേഡിംഗ് ബോട്ടിന്റെ ഡീറ്റെയിൽസും ലഭിക്കും. ആ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ബോട്ട് എനേബിൾ ആക്കി തരുന്നതാണ്. BTCക്കുള്ളതാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ഈ ഒരു സ്റ്റാർട്ടർക്ക് വേണ്ടിയിട്ട് BTC ആണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. പിന്നെ ഗോൾഡിലേക്ക് റെഡി ആകുമ്പോൾ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തരും. പിന്നെ മറ്റുള്ള കറൻസിയിലേക്കും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ഗ്രൂപ്പിൽ പിന്നീട് അറിയിക്കുന്നതായിരിക്കും.
പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അക്കൗണ്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ആദ്യം നിങ്ങൾ കൺട്രി കൊടുക്കുക. കൺട്രിയാണ് ആദ്യം കൊടുക്കേണ്ടത്. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കുക. നിങ്ങൾ ഏത് കൺട്രിയിലാണോ ആ കൺട്രി കൊടുക്കുക. പിന്നീട് നമ്മുടെ സ്റ്റേറ്റ്, പിന്നെ നമ്മൾ ഇമെയിൽ ID കൊടുക്കണം. കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID നിങ്ങൾ ഒറിജിനൽ ഇമെയിൽ IDനെ കൊടുക്കുക. ആ ഇമെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യും. ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ കൊടുക്കണം. സെൻഡ് കോഡ് എന്നുള്ളത് കൊടുക്കുക. ഇമെയിൽ ID കൊടുത്ത ശേഷം സെൻഡ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് വരുന്നതാണ്. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക. അതുപോലെ പാസ്വേഡും കൊടുക്കുക. നിങ്ങൾക്ക് പാസ്വേഡ് മറന്നു പോകരുത്, പാസ്വേഡ് കൊടുക്കുക. പിന്നെ ഇൻഡിവിജ്വൽ ഐ ആം നോട്ട് എ US റെസിഡൻറ്റ്, അതുപോലെ ഐ അഗ്രി എന്നിവയെല്ലാം കൊടുത്ത ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നെയിം കൊടുക്കുക, അതുപോലെ ലാസ്റ്റ് നെയിം കൊടുക്കുക. നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ വെരിഫിക്കേഷൻ ഡോക്യുമെൻ്റ് വേണ്ടി വരും. ആ ഡോക്യുമെൻറ്റിൽ ഗവൺമെൻറ് ഇഷ്യൂ IDയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതുപോലെ ലാസ്റ്റ് നെയിം, പിന്നെ വരുന്നത് ജെൻഡർ കൊടുക്കണം, മെയിൽ ഓർ ഫീമെയിൽ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഡോക്യുമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഡോക്യുമെൻ്റ് കൊടുക്കായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ ഫോൺ നമ്പർ, കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക. നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒറിജിനൽ ഡാറ്റ തന്നെ എല്ലാ ഭാഗത്തും കൊടുക്കുക. അതിനുശേഷം കൺട്രി, മെയിൻ കൺട്രി ഉണ്ടാവും, അതുപോലെ നാഷണാലിറ്റി ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ കറക്റ്റായി കൊടുക്കുക. ശേഷം നെക്സ്റ്റ് കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് ആണെന്നത് ചോദിക്കും. അതിൽ സ്റ്റാൻഡേർഡ് STP ഉണ്ട്, അതുപോലെ റോ ECN ഉണ്ട്. നമ്മൾ സ്വാപ്പ് ഫ്രീ സ്റ്റാൻഡേർഡ് STP എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. സ്വാപ്പ് ഫ്രീ ആകുമ്പോൾ നമുക്ക് ഡെയിലി ഹോൾഡ് ചെയ്യുന്നതിനൊന്നും നമ്മൾ ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ സ്വാപ്പ് ഫ്രീ സ്റ്റാൻഡേർഡ് STP എന്നുള്ളത് കൊടുത്തിട്ട് ആണ് പുതിയ ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റാട്രേഡർ 4 ആണോ 5 ആണോ എന്നൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്യുന്നത് MT5 ആണ്. ഐ ഹാവ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ആണ്. ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങൾ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് കൊടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ID പ്രൂഫായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ കണ്ടിന്യൂ ഓൺ ദിസ് ഡിവൈസ് കൊടുക്കുക. പിന്നെ ഇവിടെ ടിക്ക് കൊടുത്ത ശേഷം കൺഫേം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ഓൺ ഫോൺ കൊടുക്കാം. ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ഏത് കൺട്രി ആണോ ആ കൺട്രി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം അവിടെ ഫോൺ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു QR കോഡ് വരും. പിന്നെ സെലക്ട് ചെയ്യുക ഇന്ത്യ ആധാർ കാർഡ് അതിൻ്റെ ഫ്രണ്ടും അതുപോലെ ബാക്ക് സൈഡും കൊടുക്കണം. അപ്പോൾ നിങ്ങളത് അപ്ലോഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇമേജ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, അതുപോലെ അല്ലെങ്കിൽ PNG ആയിട്ട് JPG ആയിട്ടോ അല്ലെങ്കിൽ PNG ആയിട്ടോ PDF ആയിട്ടൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. മാക്സിമം 50 MB മാത്രമേ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് രണ്ടും കൊടുത്ത ശേഷം നിങ്ങളത് ചെയ്യാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ വെരിഫൈ പ്രൊഫൈൽ ഹാസ് ബീൻ വെരിഫൈഡ് എന്ന് കാണിക്കും പെട്ടെന്ന് തന്നെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എനേബിൾ ആയിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മളെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് എനേബിൾ ആയിട്ടുണ്ട്. എനേബിൾ ആയ ശേഷം നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 50% ബോണസ് ലഭിക്കാൻ വേണ്ടി, അതുപോലെ സബ്സീക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹോം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആഡ് കാണാൻ പറ്റും. ഇവിടെ കണ്ടല്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊമോഷനിലേക്കായിരിക്കും ഡയറക്റ്റ് പോവുക. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി എന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്റ്റ് ഇൻ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം വേണം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ. അപ്പം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസ് ലഭിക്കുള്ളൂ. അപ്പോൾ അത് ചെയ്യാതെ ഡെപ്പോസിറ്റ് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ ഡെപ്പോസിറ്റ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഡെപ്പോസിറ്റ് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് UPI വഴി ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന അക്കൗണ്ടാണിത്. സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്, സ്റ്റാൻഡേർഡ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒറിജിനൽ അക്കൗണ്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ സെൻഡ് ചെയ്യുന്നത് 200 USD ആണ്. 200 USD എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 100 USD നമുക്ക് എന്ത് ചെയ്യും,
നമുക്ക് ബോണസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് $200 ഞാൻ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇന്ത്യയിലുള്ളവർക്ക് ഇത്രയും സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതെല്ലാം UPI ചെയ്യാൻ പറ്റും, ലോക്കൽ ബാങ്ക് ചെയ്യാൻ പറ്റും, അതുപോലെ ആപ്പിൾ പേ, ഗൂഗിൾ പേ ഒക്കെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് ചെയ്യാനാണ്. പിന്നെ ബിനാൻസ് പേ ഉണ്ട്, പിന്നെ USDT മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ബിറ്റ്കോയിൻ, പിന്നെ മറ്റുള്ള സ്റ്റിക് പേ വഴിയൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ നമ്മൾ നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്നത് UPI ആണ്. UPI വഴി എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക. നമ്മൾ $200 എന്ന് പറഞ്ഞാൽ 17,558 നമുക്ക് ഏകദേശം ഇവിടെ കൺവേർട്ടഡ് എമൗണ്ട് 17,558. അപ്പോൾ ഇവിടെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടും. 17,558 96 ഇരിക്കണം 200, ഏകദേശം 87-79 നല്ല ഒരു റേറ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. $17,558 നമുക്ക് ഇവിടെ മൊത്തമായിട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പേ നൗ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് UPI നമ്മൾ സെലക്ട് ചെയ്തത്. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കൺഫേം കൊടുത്തതിന് ശേഷം ഇവിടെ ടൈമർ ഉണ്ടല്ലോ, ഈ ടൈമിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പേയ്മെന്റ് പൂർത്തിയാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു UPI ID കാണാം. ഈ UPI ID കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു UPI ID കോപ്പി ചെയ്ത് നിങ്ങൾക്ക് UPI വാലറ്റിലോ ഏതെങ്കിലും വാലറ്റിലോ വഴി ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് 17,559 ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം, ഇവിടെ ഒരു നിങ്ങൾക്ക് മൊബൈലിൽ ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിലാണ് നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ QR സ്കാൻ ചെയ്താലും മതി. ഇപ്പോൾ ഈ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചെക്കൗട്ട് പേജ് അവിടെയും കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പേയ്മെന്റ് മെത്തേഡ് UPI ആണ്. UPIയിൽ ഞാൻ ഈ ഒരു നിതിൻ ബാബു 6396@AXL എന്ന് പറയുന്ന ആ ഒരു കോഡ് കോപ്പി ചെയ്ത് ഞാനെങ്ങനെ UPI ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഫോൺ പേയിൽ ഞാൻ UPI പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ 17,559 നിതിൻ ബാബു പേ കൊടുക്കുകയാണ്. പേയ്മെന്റ് സക്സസ് ആയി. അതിനുശേഷം ഷെയർ റിസീപ്റ്റ് എടുക്കുക. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ മേക്ക് പേയ്മെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ നെയിം, എൻ്റെ ബാങ്ക് ഏത് അക്കൗണ്ട് എന്ത് നെയിമാണോ അത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ പേയ്മെന്റ് പ്രൂഫ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് ഇതിവിടെ ഒരു എൻഷുർ കൊടുക്കുക. ട്രാൻസ്ഫേർഡ് നോട്ടിഫൈ മർച്ചന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓർഡർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇവിടെ ഇതിന്റെ 29.9% ഓർഡേഴ്സ് വിൽ ബി പ്രോസസ്ഡ് വിത്തിൻ 300 സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. $200 കയറി പെട്ടെന്ന് തന്നെ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ $300 ആയി. ഞാൻ 200 ആണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. എനിക്ക് $100 കൂടിയും ആഡ് ചെയ്തിട്ട് $300 ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ആയി കിട്ടിയത്. ഇവിടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. 200 ആണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് ഡെപ്പോസിറ്റ് ബോണസും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ $300 ആണ് ഇവിടെ കാണിക്കുക. ഇനി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഓരോ എമൗണ്ടിനും 20% ആയിരിക്കും എനിക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആർക്കെങ്കിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റിൽ കമൻ്റായിട്ടും ഈ ഒരു ബ്രോക്കറുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഇനി എങ്ങനെയാണ് നമുക്ക് MT5 ആയിട്ട് കണക്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മളെ ബോട്ട് ഇതിൽ കണക്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ബോട്ട് കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ റെഫറൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി.
അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.